ിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ പോലെ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരാൾ എത്ര ഉയരത്തിലെത്തിയാലും അയാളുടെ സ്ഥാനം പറയുന്നത്, സ്ഥാനം നിർണ്ണയിക്കേണ്ടത് അയാൾ വന്ന ആ വഴികൾ, തടസ്സം നേരിട്ട വഴികളും അയാൾ അത് വിജയത്തിലേക്ക് എത്താൻ എടുത്ത ആ സമയവും അതിനുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം അയാളുടെ വിജയം നിർണ്ണയിക്കുക. ഒരാൾ അത് ആരായാലും ശരി, ആണായാലും പെണ്ണായാലും ശരി. അതിന് നമുക്ക് ചെറിയൊരു ഉദാഹരണം പറയാം. ദൈവങ്ങളുടെ കാര്യം, മുരുകനും ഗണപതിയും ഒരു മാമ്പഴത്തിന് വേണ്ടിയിട്ട് അവർ ഗണപതിയാണെങ്കിൽ അമ്മയും അച്ഛനെയും ചുറ്റി വന്നിട്ട് മാമ്പഴം വാങ്ങിച്ചു. അതേസമയം മുരുകനാണെങ്കിൽ ഉലകം മൊത്തം ചുറ്റിയിട്ട് വന്നിട്ടാണ്. അപ്പോഴത്തേക്കും ഗണപതിക്ക് മാമ്പഴം കൊടുത്തു കഴിഞ്ഞു. അപ്പം അത് എത്രയും പെട്ടെന്ന് സാധിച്ചു. പക്ഷെ മുരുകനാണെങ്കിൽ ലോകം മൊത്തം ചുറ്റാനെടുത്ത ആ സമയം അത് നമ്മൾ ആലോചിച്ച് നോക്കണം. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മളുടെ കാര്യം പറഞ്ഞാൽ, നമ്മളെത്ര സ്നേഹിച്ചിട്ടും നമ്മളെ ചേർത്ത് നിർത്തിയ ഒരാൾ നമ്മളെ തള്ളിപ്പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. ദൈവം നമ്മളെ ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അതേപോലെ തന്നെ ചേർത്ത് നിർത്താനായിട്ട് ഒരാളെ നമ്മളെ നിയോഗിച്ചിരിക്കും. ആരൊറ്റപ്പെടുത്തിയാലും നമ്മളെ ചേർത്ത് നിർത്താനായിട്ട് ഒരാളെ എന്തായാലും നിയോഗിച്ചിരിക്കും. അതുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ടതില്ല കേട്ടോ.